നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് തന്നെ കടക്കണം. ആദ്യം തിരുവനന്തപുരത്ത് ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു വിവാദം പൊട്ടിമുളച്ചിരിക്കുന്നു. നമുക്കറിയാം, വട്ടിയൂർക്കാവ് MLA ആണ് VK പ്രശാന്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നഗരസഭയുടെ ബിൽഡിങ്ങിലാണ്. ആ ഓഫീസ് ഒഴിയണം അടിയന്തരമായി എന്നാണ് അവിടുത്തെ കൗൺസിലർ കൂടിയായ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട് തലസ്ഥാനത്ത്. അല്പം മുമ്പ് VK പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഫോണിലൂടെയാണ് കൗൺസിലർ VK പ്രശാന്തിനോട് ഓഫീസ് മാറണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ആ സമയത്ത് തന്നെ പ്രശാന്ത് ഓഫീസ് മാറില്ല എന്ന് വ്യക്തമാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. നഗരസഭയുടെ കെട്ടിടമാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യമുയർന്നിരിക്കുന്നത്. എന്നാൽ നിലവിലുള്ള വാടക കരാർ തീരാതെ മാറാനാവില്ലെന്ന് പ്രശാന്ത് ശ്രീലേഖയെ അറിയിച്ചു. 2026 മാർച്ച് 31 വരെ പ്രശാന്ത് MLAക്ക് കെട്ടിടം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് 3 മാസത്തിന് ശേഷം ഒഴിയാം എന്നുള്ള നിലപാടിലാണ് പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസും കൗൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൗൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പൊ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിലെ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്ക് ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്. അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാധികാരികളും മറ്റും ആലോചിക്കട്ടെ. അതാണ് സാഹചര്യം. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇത് വല്ലാത്തൊരു പണിയാണ് BJP അവിടെ ആരംഭിച്ചിരിക്കുന്നത് തലസ്ഥാനത്ത്. അവർക്ക് അധികാരം ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ കെട്ടിടം ഒഴിയണമെന്ന് MLAയോട് ആവശ്യപ്പെടുന്നു. MLA മാറുന്നില്ല. എന്ത് കാരണത്താലാണ് കെട്ടിടം ഒഴിയണമെന്ന്? വാടക കരാർ മാർച്ച് വരെ ഉണ്ടെന്നാണല്ലോ. ഇപ്പോൾ എന്ത് കാരണം പറഞ്ഞാണ് കെട്ടിടം ഒഴിയണമെന്ന് അവിടുത്തെ കൗൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഉണ്ടായത്. അതായത് ഈ ഒരു കെട്ടിടത്തിൽ സൗകര്യക്കുറവുണ്ട്, തനിക്ക് അവിടെ കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമില്ല. ഇത് നഗരസഭയുടെ കെട്ടിടമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒഴിഞ്ഞു തരണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. അതായത് ഒരു കൗൺസിലർക്ക് അവിടെ നിന്നും കൃത്യമായി ഓഫീസും മറ്റും പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ലഭ്യമല്ല എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ഫോൺ വിളിയും ഒപ്പം തന്നെ ഈ ഒരു വലിയൊരു വിവാദം എന്നുള്ള രീതിയിൽ കാര്യങ്ങളിൽ കടന്നത്. ശ്രീലേഖയാണ് കഴിഞ്ഞ ദിവസം തന്നെ നേരിട്ട് വിളിച്ചത്. ഇതിൽ നോട്ടീസോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് VK പ്രശാന്ത് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്ത് വളരെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞെടുത്ത് BJP ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഉടൻ തന്നെ വിവാദം ഉടലെടുക്കുന്നത്. മാത്രമല്ല ഒരു VK പ്രശാന്ത് MLA ആണ്. ആ MLA ഓഫീസ് ഉടൻ തന്നെ ഒഴിയണം എന്ന് പറയുമ്പോൾ തന്നെ അധികം നമ്മൾ കേട്ടുകേൾവില്ലാത്തൊരു രീതിയാണ്. ഇതിൽ നോട്ടീസ് നൽകിയിട്ടില്ലെങ്കിൽ പോലും ഒരു നോട്ടീസ് നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്നല്ല. അതായത് മേയറുടെ നേതൃത്വത്തിൽ ഐക്യകണ്ഠേനമായി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ കെട്ടിടം ഒഴിപ്പിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മേയർക്ക് ഈ ഒരു MLAക്ക് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ അത് നിയമ പോരാട്ടത്തിൽ അടക്കം കടക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം 2026 മാർച്ച് വരെ ഈ ഒരു MLA കാലാവധി അവസാനിക്കുന്നത് വരെ ഇതിൽ എഗ്രിമെന്റ് ഉണ്ട് എന്നതാണ് ഇതിൽ VK പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇത് മുൻപ് തന്നെ 101 കൗൺസിലർമാർക്കും ഇത്തരത്തിൽ, അതായത് നഗരസഭാ കെട്ടിടം ഉണ്ട് എങ്കിൽ അവിടെയും അല്ലാത്ത രീതിയിലും സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് മുൻപ് തന്നെ എടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി നൽകിയിട്ടുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ LDF ഭരണകാലത്തടക്കം അവിടെ കൗൺസിലർ പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് ഇപ്പോൾ ഒരു സൗകര്യക്കുറവുണ്ടാകുന്നു. അതൊരു രാഷ്ട്രീയ പ്രേരിതമാണോ എന്നടക്കം VK പ്രശാന്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമ പോരാട്ടത്തിലേക്കും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ അടുത്തൊരു വിവാദത്തിലേക്ക് അടക്കം കടക്കാൻ ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതിൽ ഇനി ശ്രീലേഖയുടെ ഒരു പരസ്യ പ്രതികരണം വന്നിട്ടില്ല. ഇന്ന് തന്നെ അവർ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളെ നമ്മൾ ശ്രീലേഖയോട് ഫോണിൽ സംസാരിച്ചിരുന്നു സാരംഗ്. ശ്രീലേഖ 10:30 മണിക്ക്
അവരുടെ ഓഫീസിലുണ്ടാകും. മാധ്യമങ്ങളെ ആ സമയത്ത് ഒരുമിച്ച് കാണാമെന്നാണ് പറയുന്നത്. തൽക്കാലം മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഇപ്പോൾ ശ്രീലേഖയുടെ ആവശ്യമാണ്. ഇതിനോട് BJPയുടെ നഗരസഭാ കൗൺസിൽ പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടില്ല. കാരണം ഇത് പെട്ടെന്ന് ഉടലെടുത്തൊരു വിവാദം അല്ലെങ്കിൽ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഇതിൽ നിയമവശങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും പ്രതികരണങ്ങളടക്കം ഉണ്ടാക്കുക. VK പ്രശാന്തിന്റെയും സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അല്പം മുമ്പാണ് ഈ വിഷയത്തിൽ VK പ്രശാന്ത് MLA പ്രതികരിച്ചത്. MLAയുടെ ഓഫീസ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിൽ നഗരസഭാ മന്ദിരത്തിലാണ്, നഗരസഭയുടെ ബിൽഡിങ്ങിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ബിൽഡിങ്ങിൽ നിന്ന് ഒഴിയണമെന്നാണ് ഇപ്പോൾ MLAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. MLA പ്രതികരിച്ചിരിക്കുന്നത് തൽക്കാലം താൻ ഒഴിയുന്നില്ല, തനിക്ക് കാലാവധി ബാക്കിയുണ്ട്, അതിനുശേഷം ഒഴിയാം എന്നുള്ളതാണ്. സാരംഗ് കേൾക്കാമോ? സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച തലസ്ഥാന നഗരിയിൽ ഒരു പുതിയ വിവാദം കൂടി പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സാരംഗ് തുടരാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു കൃത്യമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഫോണിലൂടെ അറിയിച്ചത് കൊണ്ട് തന്നെ ഒരു പേഴ്സണൽ കോൾ അല്ലെങ്കിൽ വ്യക്തിപരമായി വിളിച്ച് അറിയിച്ചു. കാരണം ഈ ഒരു അസൗകര്യമുണ്ട്, അവിടെ നിന്നും മാറണം എന്നൊരു രീതിയിൽ അറിയിപ്പ്, അതായത് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. ഇനി അത് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനി നോട്ടീസ് അയക്കുന്നതടക്കം ഈ ഒരു കൗൺസിൽ യോഗത്തിലടക്കം ഇതിലൊരു തീരുമാനമെടുത്ത് ഐക്യകണ്ഠേന ആ തീരുമാനം പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ MLAക്ക് ഒഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്ക് കടക്കും. കാരണം അധികാരമേറ്റത് ഉടൻ തന്നെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ MLAയോട് ഓഫീസ് ഒഴിയാൻ പറയുന്നു. ഒപ്പം ഈ ഒരു അധികാരം നഷ്ടപ്പെട്ട ഈ ഒരു അതടക്കം പഠനം നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു കടന്നാക്രമണം നടക്കുന്നത്. അതിലടക്കം ഈ ഒരു രാഷ്ട്രീയ വിവാദമാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു BJP കൗൺസിലർമാരടക്കം, അതായത് മേയർ അടക്കമുള്ള പ്രതികരണങ്ങൾ കൂടുതൽ ഈ ഒരു വിഷയം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ മറ്റ് നിയമവശങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എന്തുകൊണ്ടാണ് ഒഴിയാൻ പറഞ്ഞത്, അത് സൗകര്യക്കുറവ് മാത്രമാണോ അല്ലെങ്കിൽ ഇതിന് മറ്റെന്തെങ്കിലും ഒരു വശമുണ്ടോ എന്ന കാര്യം ശ്രീലേഖ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാവുക. രഞ്ജിത്ത്, ഏതായാലും തിരുവനന്തപുരത്തെ പുതിയ രാഷ്ട്രീയ വിവാദത്തിൽ ശ്രീലേഖയുടെ മുഖ്യ കഥാപാത്രമായ ശ്രീലേഖയുടെ പ്രതികരണം 10:30 മണിയോടുകൂടി ലഭ്യമാകുമെന്ന് വേണം കരുതാൻ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ VK പ്രശാന്ത് ഈ വിഷയത്തിൽ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചിരുന്നു. പ്രശാന്തിന്റെ വാക്കുകളിലേക്ക്. സാമാന്യ നീതിയുടെ ലംഘനമാണ്. ജനാധിപത്യപരമായി ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ നഗരസഭയുടെ കെട്ടിടത്തിൽ MLAയുടെ ഓഫീസും കൗൺസിലറുടെ ഓഫീസും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടരുകയാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത സൗകര്യക്കുറവ് ഇപ്പോഴും എങ്ങനെയാണ് വന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൗൺസിലർ എന്ന നിലയിൽ വിളിച്ചിട്ട് ആ ഓഫീസ് ഒഴിയണം, എന്റെ ഓഫീസിന് സൗകര്യക്കുറവാണ്, അതുകൊണ്ട് MLA ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് മുകളിൽ നിന്നുള്ള എന്തെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വിളി വന്നത് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യപരമായി ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് നഗരസഭയിൽ 100 വാർഡ് കൌൺസിലർമാർക്കും ഓഫീസ് അനുവദിക്കാനും ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങൾ അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അടക്കം എടുത്ത് പ്രവർത്തിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാ കൌൺസിലർമാരോടും, അത് LDF കൌൺസിലർമാർക്ക് മാത്രമല്ല 100 കൌൺസിലർമാർക്ക് ആ സൗകര്യം കൊടുത്തതാണ്. അപ്പൊ ആ നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പൊ നിയമപരമായി മാർച്ച് വരെ ഞങ്ങൾക്ക് കാലാവധിയുണ്ട്, അതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനു മുമ്പ് ഒഴിപ്പിക്കൽ നടപടിയിലായിട്ട് മുന്നോട്ട് പോയാൽ നിയമപരമായി നേരിടും. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുന്നു, കക്ഷിയെ വിളിച്ച് ഒഴിയണമെന്ന് പറയുന്നത് പോലെ ഇടപെടുന്നതായിട്ടാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് ഏതെങ്കിലും പ്രേരണയാൽ മാഡം വിളിച്ച് ആവശ്യപ്പെട്ടതാവാനാണ് വഴി. പക്ഷെ അത് ആ ഒരു ചിന്ത ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. എന്തായാലും അത് ബന്ധപ്പെട്ട നഗരസഭാധികാരികളും മറ്റും ആലോചിക്കട്ടെ. അതാണ് തിരുവനന്തപുരത്തെ പുതിയ വിവാദം. മറ്റൊരു വാർത്ത, CPMന്റെ സംസ്ഥാന സമിതി ഇന്നലെ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചു എന്ന നിലയിൽ തന്നെയാണ്. ഇത് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിക്കുന്നുണ്ട് എന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും വേഗം വളരെ പെട്ടെന്ന് തന്നെ തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കവുമുണ്ട്. കാരണം നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്താണ്, 2-3 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഫെബ്രുവരിയോടുകൂടി ഒരുപക്ഷെ വിജ്ഞാപനം വരുമെന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുന്നുണ്ട്. പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കൂടുതൽ തിരുത്തൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ച എന്നിവ എത്രത്തോളം കാരണമായി എന്നുള്ള പരിശോധനയും ഉണ്ടാകും.
ഇതിനിടെ LDFന്റെ അടിയന്തര യോഗവും ഇന്ന് ചേരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് മനസ്സിലാക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം കുടിശ്ശികയായത്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ആയിരിക്കും പ്രക്ഷോഭം. തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് പ്രക്ഷോഭ പരിപാടികൾ. ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിനായി പ്രത്യേകം യോഗം ചേരുക എന്നുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട് എന്നറിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധിയിൽ. ഡി മണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും ഇവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഹാജരാകാതിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൂടി കൃത്യമായി നിരീക്ഷിക്കുന്ന തരത്തിൽ സാഹചര്യമുണ്ട്. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സാരംഗ്, ഈ ഡി മണി എന്നുള്ളത് ഡയമണ്ട് മണിയാണ് എന്ന വിലയിരുത്തൽ തന്നെയാണല്ലോ SIT. പക്ഷേ ഇയാളിൽ നിന്ന് ലഭിക്കുന്ന മറുപടികൾ, ഇയാൾ കൃത്യമായ മറുപടികൾ നൽകുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ പല കാര്യങ്ങളും മാറ്റി പറയുന്നു. അങ്ങനെ ആകെ സംശയാസ്പദമായ ഒരു സാഹചര്യമാണോ ഉള്ളത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു ഡി മണിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചെങ്കിലും പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ഈ ഒരു കൂടുതൽ വിവരങ്ങളിലേക്ക്, അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമില്ല, അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്ന ഡി മണി താനല്ല, അത് മറ്റൊരു വ്യക്തിയാണ് എന്നടക്കമുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മൊഴിയും, അതായത് അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ. പക്ഷെ ഇതിൽ ഇയാളുടെ ഒരു വളർച്ച വലിയ ഒരു ദുരൂഹമാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇയാളുടെ വലിയൊരു സമ്പന്നത വളരെയധികം വർദ്ധിച്ചു, വലിയൊരു രീതിയിലേക്ക് ഇയാൾ വളർന്നു എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കടക്കുന്നത്. കാരണം ഇനി ചോദ്യം ചെയ്യലടക്കം കടക്കണമെങ്കിൽ, അതായത് അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വാങ്ങുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ കൃത്യമായ വിവരങ്ങളില്ല, അതായത് ഈ ഒരു തെളിവുകൾ ഇല്ല എങ്കിൽ അത് മുൻകൂർ ജാമ്യാപേക്ഷയും മറ്റും പിന്നെ നിയമപരമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസിന്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇനി ഇയാളുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ, കാരണം ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പിലേക്കുള്ള ഒരു വിവരം, അതായത് അതുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് അതിൽ കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അവിടെ നിന്നും അടക്കം ഈ ഒരു ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കൾ കടത്താനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലുടനീളം വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു സംഘമാണോ, ഇതിന്റെ ഗൂഢാലോചന എത്രത്തോളം വലുതാണ്, അതിൽ എത്രത്തോളം ഉന്നതർ പങ്കെടുത്തിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഈ ഒരു രാജ്യാന്തര തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടുത്തുന്ന ഈ ഒരു കണ്ണിയിലേക്ക് അല്ലെങ്കിൽ ഡി മണി എന്ന ഇതിലേക്ക് കൃത്യമായി എത്തണം. അവിടെ നിന്നുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അന്വേഷണ സംഘം ഇപ്പോൾ ഈ ഒരു ഡിണ്ടിഗലിലുള്ള ഇയാളുടെ കൂടുതൽ പശ്ചാത്തലവും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളും അതിനൊപ്പം തന്നെ ഇത് ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ആരോപിതനായിട്ടുള്ള വ്യക്തികൾ, അതായത് ഇപ്പോൾ കസ്റ്റഡിയിലും ഒപ്പം അന്വേഷണ പരിധിയിൽ വരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുമായി സാമ്പത്തിക ഇടപാടുകളോ ഫോൺ ആശയവിനിമയങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റൊരു തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ദേവസ്വം ബോർഡ് മെമ്പർമാരായ 2 പേരോട്, അതായത് N വിജയകുമാർ ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരോട് ഹാജരാകാൻ പറഞ്ഞെങ്കിലും അവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. പക്ഷെ അതിലും ഈ ഒരു പെട്ടെന്നുള്ളൊരു നടപടി SIT എടുക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശങ്കർദാസിന്റെ പശ്ചാത്തലമടക്കം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് എടുത്തുചാടി അറസ്റ്റിലേക്കും മറ്റും എത്താനുള്ളൊരു സാഹചര്യമില്ല. ഒപ്പം തന്നെ ഹൈക്കോടതി വിമർശനം മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. ആ വിമർശനത്തിൽ പറഞ്ഞിട്ടുള്ളവരെ ഇതുവരെയും മൊഴി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ വിവരങ്ങൾ ആരായാനോ പോലും SITക്ക് കഴിഞ്ഞിട്ടില്ല. അതിനി കൂടുതൽ ഹൈക്കോടതി വിമർശനത്തിന് സാഹചര്യം ഒരുക്കുമോ എന്നതും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനൊപ്പം തന്നെയാണ് കേന്ദ്ര ഏജൻസിയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധം സ്ഥാപിച്ച സ്ഥിതിക്ക് ഇനി അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വഴിമാറുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ SITയുടെ കയ്യിൽ നിന്നും ഈ അന്വേഷണം വഴുതി മാറിപ്പോവുകയും ഇത് കൂടുതൽ രാഷ്ട്രീയ പോരിലേക്കും ഒപ്പം തന്നെ വലിയ വ്യാപ്തിയിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം നിലവിലൊരു വഴിമുട്ടിയ സാഹചര്യത്തിൽ തന്നെയാണ്. കാരണം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല, മാത്രമല്ല രാഷ്ട്രീയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് എന്ന് VD സതീശൻ അടക്കം പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് VD സതീശൻ പ്രതികരിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് മറികടന്നുകൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ടെത്തിയാൽ മാത്രമേ ഹൈക്കോടതിയുടെ വിശ്വാസ്യത അടക്കം നേടിയെടുത്തുകൊണ്ട് ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രഞ്ജിത്ത്, ശരി. മറ്റു വാർത്തയിലേക്ക് നമുക്ക് പോകണം. പാലക്കാട് കാണാതായ കുട്ടിയുടെ മൃതദേഹം
കണ്ടെത്തി എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിൻ്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതെ പോയത്. ഇന്നിപ്പോൾ 19-20 മണിക്കൂർ പിന്നിട്ടിരുന്നു തെരച്ചിൽ. കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വലിയ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും മറ്റ് പോലീസ് സംവിധാനവും ഒക്കെ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ദുഃഖകരമായ വിവരം പുറത്തു വരുന്നത്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? നമുക്കിവിടെ പോലീസൊക്കെ പങ്കുവെക്കുന്ന വിവരം എന്താണ്? രഞ്ജിത്തെ, ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിന് ഉള്ളിൽ കളിച്ചിട്ട് സഹോദരനുമായി പിണങ്ങി പുറത്തുപോയ സുഹാനെ ഇന്നലെ കാണുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തിരച്ചിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയും അവരെല്ലാം തിരച്ചിൽ നടത്തുകയും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും തമ്മിൽ സമീപത്തുള്ള കുളങ്ങളിലെല്ലാം പരിശോധന നടത്തി. അത് ഇന്നലെ ഒന്നും സുഹാനെ കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള റോഡ് സൈഡിലുള്ള ഒരു വലിയ കുളത്തിലാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുങ്ങൽ വിദഗ്ധർ സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് രഞ്ജിത്ത് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. സുഹാന്റെ മൃതദേഹം ഇപ്പോൾ കരക്കെത്തിച്ചിട്ടുണ്ട്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടത്താൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വലിയ തെരച്ചിലായിരുന്നല്ലോ ഇന്നലെ മുതൽ. പോലീസും നാട്ടുകാരും ഒക്കെ ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. എന്തൊക്കെ സംശയങ്ങളുടെ പുറത്തായിരുന്നു ഈ തിരച്ചിൽ? മറ്റ് സ്ഥലങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിലേക്കും ഒക്കെ തെരച്ചിൽ വ്യാപിപ്പിച്ചിരുന്നോ? ഇന്നലെ ചിറ്റൂർ മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിയിരുന്നു. വീട്ടിന് സമീപത്തൊന്നും CCTV ഉണ്ടായിരുന്നില്ല. ഒരു 300-400 മീറ്റർ അപ്പുറത്തുള്ള കടകളിലും വീടുകളിലുമാണ് CCTV ഉണ്ടായിരുന്നത്. എന്നാൽ ആ CCTVയിലൊന്നും ഈ സുഹാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുഹാൻ ഒരുപാട് ദൂരത്തേക്ക് പോയില്ല എന്ന നിഗമനത്തിൽ ഇന്നലെ സുഹാന്റെ വീടിന് സമീപത്ത് തന്നെ 2-3 കുളങ്ങളും ചതുപ്പുകളും ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയത്. ഇന്ന് രാവിലെയും അങ്ങനെ തന്നെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു സംശയത്തിന്റെ പുറത്താണ് പുറമേ ഉള്ള വലിയൊരു കുളമുണ്ട്, ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് തിരച്ചിൽ നടത്തിയത്. അപ്പോഴാണ് സുഹാന്റെ മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്നത്. രഞ്ജിത്ത്, വേദനയായി സുഹാൻ. പ്രജിത്ത് തുടരുക. വലിയ വേദന. സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ്. 21 മണിക്കൂറോളം നീണ്ട തെരച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണി മുതൽ സുഹാനെ കാണാനില്ലായിരുന്നു. വലിയ തോതിൽ സഹോദരനോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് സുഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലക്കാട്ട് കാണാതായ 6 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന അതീവ ദുഃഖകരമായ വാർത്തയാണ് നൽകാനുള്ളത്. സമീപത്തുള്ള കുളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. കുളത്തിലുമടക്കം തിരച്ചിൽ നടന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തൊട്ട് അടുത്തുള്ള കുളത്തിൽ തന്നെ ഈ കൊച്ചു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കും. ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ ടെലിഫോൺ ലൈനിലുണ്ട്. സർ, സുമേഷ് അച്യുതൻ. സുമേഷ്, കേൾക്കാമല്ലോ അല്ലേ? എന്താണ് സുമേഷ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം? ഇന്നലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർ ആൻഡ് റെസ്ക്യൂവും വീട്ടിന് തൊട്ടടുത്തുള്ള 2 കുളങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു. ഇന്ന് രാവിലെയും പരിശോധന അവിടെയാണ്. പക്ഷെ ഇത് വീടിന് ഒരു അല്പം അകലെയായിട്ട് ഒരു 100-300 മീറ്റർ അകലെയായിട്ടുള്ള മറ്റൊരു കുളമാണ്. ആ കുളത്തിലാണ് ഇപ്പോൾ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ആ കുളത്തിന്റെ ഒരു ഘടന ഒരു റോഡും റോഡിന്റെ സൈഡിലൊരു കനാലിനപ്പുറമാണ് കുളം. അപ്പൊ ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കുളമാണ്. അപ്പോൾ കുട്ടിയെ കുളത്തിലേക്കായിട്ട് സ്വമേധയാ ഇറങ്ങണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇറക്കുക തന്നെ വേണം. അല്ലാതെ നടന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന കിടക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ സുമേഷ്? അത് കാരണം ആ കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയല്ല എന്നാണ് കിട്ടിയ വിവരം. അപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 100-300 മീറ്റർ അപ്പുറമുള്ള ഒരു കുളത്തിൽ ഈ റോഡിന് ഒരു കനാലും കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി സ്വമേധയാൽ പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയും കൂടെ ആയതുകൊണ്ട് സ്വമേധ അങ്ങോട്ടേക്ക് കയറി പോകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട്
ദുരൂഹതകൾ നമ്മൾ പരിശോധിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇപ്പോൾ എന്താണ് ഇനി ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ? പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സർജന്റെ മേൽനോട്ടത്തിലായിരിക്കും നടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, സുമേഷ് അച്യുതൻ, ചിറ്റൂർ നഗരസഭാ ചെയർമാൻ ആണിപ്പോൾ സംസാരിച്ചത്. ചെറിയ ദുരൂഹതകൾ സംശയിക്കുന്നു എന്നാണ്. കാരണം വീടിൻ്റെ അവിടെ നിന്ന് അല്പം മുന്നോട്ട് മാറിയുള്ള കുളമാണ്. അവിടെ കുട്ടി ഒറ്റയ്ക്കെത്തി എന്ന കാര്യമൊക്കെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പ്രതികരിച്ചത്. പ്രജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, കുട്ടിയെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ, ഭൗതിക മൃതദേഹം, അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും അല്ലേ? മറ്റ് ബന്ധുക്കളുടെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? അവരാകെ തകർന്നിരിക്കുകയാണ്. അവര് സംസാരിക്കാനുള്ള ഒരു ഇതിലല്ല അവരിപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, അവര് കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിയോഗ വാർത്ത വന്നത് അവരാകെ തകർന്നു പോയിരിക്കുകയാണ്. ഈ കുട്ടിയെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട് തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക. രഞ്ജിത്ത്, ശരി, വലിയ ദുഃഖകരമായ വാർത്തയാണ്. സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്നാണ് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് സ്വരാജ് ഭവനിൽ തീപിടുത്തമുണ്ടായി. 2 കാറുകൾ കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീ അണച്ചു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു 2 വാഹനങ്ങൾ പൂർണ്ണമായി, ഏകദേശം ഒരു വാഹനം ഭാഗികമായും മറ്റൊരു വാഹനം പൂർണ്ണമായും കത്തിനശിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉടൻ തന്നെ അഗ്നിശമന സേന ഇവിടെ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു നിലവിലെ പ്രാഥമിക നിഗമന പ്രകാരം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് നാശനഷ്ടങ്ങൾ, ഈ വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചതല്ലാതെ മറ്റ് കെട്ടിടത്തിനടക്കം കേടുപാടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, അത്തരം തീ പടരുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഈ ഒരു സമയം പുലർച്ചെ 5 മണിക്ക് കാറുകൾക്ക് തീപിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കം ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം പോലീസും പരിശോധിക്കുന്നുണ്ട്. നിലവിലെ പ്രാഥമിക നിഗമന പ്രകാരം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കും മറ്റും ശേഷം മാത്രമേ ഇതിൻ്റെ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. അപകടങ്ങൾ, അതായത് മറ്റ് പരിക്കുകളോ മറ്റോ ഒന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. വാഹനം നിർത്തിയിട്ട വാഹനമായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. രഞ്ജിത്ത്, ശരി, സാരംഗാണ് ഇവരൊക്കെ പങ്കുവച്ചത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചും മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിനിടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന്റെ പേരിൽ മറ്റൊരു ഇന്ത്യക്കാരനെ കൂടി ബംഗ്ലാദേശ് ബോർഡ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. ധാക്കയിൽ വൻ റോഡ് ഷോ നടത്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാനും ഇന്നലെ രംഗത്ത് വന്നു. സിനിമ ഉപേക്ഷിച്ചത് ആരാധകർക്ക് വേണ്ടിയെന്ന് നടനും TV നേതാവുമായ വിജയ്. മലേഷ്യയിൽ ജനനായകൻ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് വിജയുടെ പരാമർശം. 33 വർഷം ആരാധകർ നൽകിയ പിന്തുണയ്ക്ക് വിജയ് നന്ദി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ചരിത്രം ആവർത്തിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തു. പരിപാടിക്കിടെ മുദ്രാവാക്യം ഉയർന്നെങ്കിലും വിജയ് വിലക്കി. രാഷ്ട്രീയ പ്രചാരണം പാടില്ലെന്ന് മലേഷ്യൻ അധികൃതർ വ്യക്തമാക്കി. ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്ലാറ്റ്ഫോമിനിടയിലേക്ക് വീണ് യാത്രക്കാരൻ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ട യാത്രക്കാരനാണ് RPF വനിതാ കോൺസ്റ്റബിൾ ലിജിഷയുടെ ഇടപെടൽ രക്ഷയായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഒരു ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ പോകാവുന്ന ഒരു സംഭവം, അത് വലിയൊരു ഇടപെടലിലൂടെ അത് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാവിലെ 6 മണിയോടെയാണ് സംഭവം. ട്രെയിനിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് യാത്രക്കാരൻ വഴുതി വീഴുകയായിരുന്നു, പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു.
പെട്ടെന്ന് അവിടെ വന്നത് വനിതാ കോൺസ്റ്റബിൾ അദ്ദേഹത്തെ പിടിച്ചു പറ്റും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്ര സാഹസികത നിറഞ്ഞൊരു രക്ഷപ്പെടുത്തലായിരുന്നില്ല എന്ന് തോന്നുമെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ട്രാക്കിനുള്ളിലേക്ക് വീഴാതെ വലിച്ചു കയറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായുള്ള ഇടപെടലാണ് വനിതാ കോൺസ്റ്റബിൾ ലിജിഷ നടത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ഈ മെമു ആണ്, എറണാകുളം കൊല്ലം മെമു ആണ്. മെമു ട്രാക്കിൽ നിന്നും എടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈ യാത്രക്കാരൻ അതിലുള്ളിലേക്ക് കയറുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിച്ച് കയറാനാണ് അദ്ദേഹം ശ്രമിച്ചതും. പിടിച്ചപ്പോൾ തന്നെ, അതായത് ട്രെയിനിന്റെ ഈ ഡോറിൽ പിടിച്ചപ്പോൾ തന്നെ അദ്ദേഹം താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ അടിയന്തരമായി ഈ കോൺസ്റ്റബിൾ ചെന്ന് അദ്ദേഹത്തെ ട്രാക്കിലേക്ക് പോകാതെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ലിജിഷയെ അഭിനന്ദിച്ചാണ് വളരെ ഒരുപാട് ആളുകൾ ലിജിഷയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെ അടിയന്തരമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനായത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം വീണത് നേരെ അതിന്റെ ഗ്യാപ്പിലേക്കാണ്, അതായത് ട്രെയിനും പ്ലാറ്റ്ഫോമും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് വീണത്. പെട്ടെന്ന് തന്നെ അവർക്ക് അദ്ദേഹത്തെ പിടിച്ച് വലിച്ചു മാറ്റാൻ കഴിഞ്ഞത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞത്. ഇയാളുടെ ഈ വീണ ആളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിവരം എന്താണ്? ഇതിലേക്ക് വീണതിന്റെ പരിക്ക് സ്വാഭാവികമായി ഉണ്ടാകും, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഗുരുതരമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല രഞ്ജിത്ത്. വീണതിന്റെ ഒരു ആഘാതം ഉണ്ടാവും സ്വാഭാവികമായി, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ. അതല്ലാതെ മറ്റ് ഫ്രാക്ചറോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ വേണ്ടുന്ന അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏറെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. വളരെ പെട്ടെന്ന് ആ മെമുവിൻ്റെ ഇടയിലേക്ക് യാത്രക്കാരൻ വീഴുന്നു. അവിടെ ലിജിഷ എന്ന വനിതാ കോൺസ്റ്റബിൾ ഇടപെട്ട് സാഹസികമായി അവരോട് നിൽക്കുന്നത് കാണാം. യാത്രക്കാരൻ കയറുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. കയറുന്നതിനിടയിലാണിതാ ഒരു കൈകൊണ്ട് ട്രെയിനിൻ്റെ കമ്പിയിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. മറ്റേ കൈയിൽ ബാഗ് ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ അപകടങ്ങൾ സംഭവിക്കുന്ന ഇങ്ങനെയാണ്. രണ്ട് കൈ ഉപയോഗിക്കാതെ സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ യാത്ര ആരംഭിച്ച ട്രെയിനിൽ കയറരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ചെയ്യുകയും ഒറ്റക്കൈയിൽ പിടിക്കാൻ ശ്രമിക്കുന്നു, സാഹസികമായി താഴെ വീഴുന്നു. ലിജിഷ ഇടപെട്ട് ഈ യാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കുന്നു. ഒരുപക്ഷെ കാര്യമായ അംഗഭംഗമൊക്കെ സംഭവിക്കാവുന്ന ഒരു അപകടം കൂടിയായിരുന്നു ഇത്. അതും സംഭവിച്ചില്ല എന്നത് ഭാഗ്യമായി. വൈറലായ പാലത്തിൽ ചിത്രീകരിച്ച അയ്യപ്പ ഭക്തിഗാനവും ശ്രദ്ധേയമാകുന്നു. പിന്നണി ഗായകൻ MG ശ്രീകുമാറിൻ്റെ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആലപിച്ച അയ്യപ്പ ഭക്തിഗാനമായ ശാസ്താതീർത്ഥമാണ്. നിങ്ങൾക്ക് ശേഷം ഭരണം പിടിച്ച തിരുവാലിയിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ലീഗും കോൺഗ്രസും തമ്മിലടി. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇരു പാർട്ടികളും വിട്ടുനിന്നതോടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 2.5 വർഷം പ്രസിഡന്റ് പദവി എന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതാണ് തർക്കത്തിന് കാരണമായത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചതോടെ വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിച്ച തിരുവാലി പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 19 സീറ്റുകളുള്ള തിരുവാലി പഞ്ചായത്തിൽ 11 സീറ്റുകളുമായാണ് UDF ഇക്കുറി ഭരണം തിരിച്ചുപിടിച്ചത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെ ക്വാറം തികയാതിരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. UDF വിജയിച്ച 11-ൽ 7 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ലീഗിനുമാണ്. മുൻകാലങ്ങളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. എന്നാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം പങ്കിടണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 27-ാം തീയതിയായിരുന്നു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടപ്രകാരം നമുക്ക് മൊത്തം കാൻഡിഡേറ്റ്സിൻ്റെ പകുതി, അതായത് 10 പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ 10 പേര് ഇന്ന് വന്നിട്ടില്ല, 8 പേരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ്. ഇന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹാളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ്. അതിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടത്തുന്നതാണ്. ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോൺഗ്രസും എത്തിയില്ല. ഇടതംഗങ്ങളെല്ലാം എത്തിയെങ്കിലും ക്വാറം തികയാത്തതോടെ വരണാധികാരിയായ മഞ്ചേരി BDO ബീന മാണിക്കോത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. LDFന് തിരുവാലിയിൽ 8 സീറ്റുകളാണുള്ളത്.
അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ പയ്യന്നൂരിൽ സംസ്ഥാനതല കളരിപ്പയറ്റ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ 4ാമത് പവർ ഫെസ്റ്റാണ് കളരി അഭ്യാസികൾക്ക് അങ്കത്തട്ട് ഒരുക്കിയത്. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന്റെ സംസ്ഥാനതല പ്രദർശന മത്സരമാണ് ഇത്തവണ പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയ കളരിത്തട്ടിൽ പ്രശസ്ത കളരി സംഘങ്ങൾ അഭ്യാസ മികവ് പ്രദർശിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ 253 പോയിന്റുകൾ നേടി പയ്യമ്പള്ളി കളരി 1ാം സ്ഥാനവും 244 പോയിന്റുകളോടെ വിശ്വഭാരത് കളരി 2ാം സ്ഥാനവും നേടി. 220.5 പോയിന്റ് നേടിയ ശ്രീദുർഗ കളരിക്കാണ് 3ാം സ്ഥാനം. TI മധുസൂദനൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PA സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി അനവധി പേരാണ് കളരി അഭ്യാസം കാണാനെത്തിയത്. ന്യൂസ് 18 പയ്യന്നൂർ. ഗതാഗത കുരുക്ക് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അഗസ്ത്യമൊഴി അങ്ങാടി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത കടന്നുപോകുന്ന അഗസ്ത്യമൊഴി അങ്ങാടിയിൽ നാട്ടുകാരും യാത്രക്കാരും വലിയ പ്രയാസത്തിലാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിൽ നിത്യേന ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ കിലോമീറ്ററോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഗതാഗത കുരുക്ക് മൂലം അഗസ്ത്യമൊഴിയിലെ കച്ചവടക്കാർക്ക് കച്ചവടമില്ലാതെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെയും പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഡെയിലി ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്ലോക്ക് രാവിലെ തുടങ്ങും. തുടങ്ങി രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. കാര്യമായിട്ട് ഇവിടെ ഈ ആൽമരാണ് പ്രശ്നം. പിന്നെ വ്യാപാരികളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. കച്ചവടങ്ങളൊന്നുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരും. ഇപ്പോൾ ആൾക്ക് വളരെ പ്രതിസന്ധിയിലാണ്. രാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. പിന്നെ ഒരു പരിഹാരം കാണണമെന്നാണ്, എത്രയും പെട്ടെന്ന് കാണണം. അപകടങ്ങളും ഇവിടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോകാൻ വളരെ ഇതാണ്. പിന്നെ നാട്ടുകാരെ കടപെട്ട് ഇറങ്ങി തിരിച്ചാണ് ഈ പ്രതിസന്ധി തീർക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള കാരണമാണ്. ക്യാൻസിറ്റിയിലേക്ക് രോഗികളെ കൊണ്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആയിട്ടാണ് അവിടെ രോഗികൾ എത്തുക. ഇപ്പോൾ ഒരു 15 മിനിറ്റോളായി ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഈ അഗസ്ത്യമൊഴി ഇടക്കിടക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ചിലപ്പോൾ മുക്കത്തിന് റൂട്ട് മാറ്റി മാമ്പത്തെ വഴിയായിരിക്കും പോകുന്നത്. അഗസ്ത്യമൊഴി നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ട കേസിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അഗസ്ത്യമൊഴി ബ്ലോക്കിന് എന്തെങ്കിലും ഒരു പദ്ധതി വേണം. ബസ്സുകൾ വൈകി എത്തുന്നതും വഴിതിരിച്ചുവിടുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നു. ഇവിടെ യാത്രക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ്. ബസ്സുകാർക്കും ബുദ്ധിമുട്ടാണ്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഭരണകൂടം ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. എപ്പോഴും നല്ല ബ്ലോക്കാണ് ഇവിടെ. ഒരു 30 രൂപേന്റെ ഓട്ടം പോന്നാൽ ഇറങ്ങാറാ. ഈ ഡീസൽ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ബ്ലോക്കർ വമ്പം ബ്ലോക്കാണ്. ഈ മരാണ് ഏറ്റവും ഈ അസ്തംബയ്ക്ക് ഏറ്റവും ശാപം. അത് മാറ്റിയാലേ തന്നെ ഇത്രയും ബ്ലോക്ക് മാറുള്ളൂ. ഒരു വീട്ടിൽ തന്നെ നിരന്തരം 5-6 വണ്ടിയുള്ള ഓരോ വീടുകളുണ്ട്. തന്നെ നിരന്തരം ഒരു വീട്ടിൽ തന്നെ 4-5 വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള ടൈറ്റിംഗ് കൂടി. അപ്പൊ ഈ മരം മുറിച്ചാൽ മാത്രമേ ഈ തിരക്ക് നമുക്ക് മാറ്റാൻ സാധിക്കൂ. സംസ്ഥാന പാതയ്ക്ക് നടുവിലുള്ള മരം മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടിയോ ബദൽ ബൈപ്പാസോ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ക്രിസ്മസ് ആഘോഷങ്ങളിൽ തിളങ്ങുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻകെട്ട് ഡാം. വ്യത്യസ്തമായ നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമായ ഡാം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം ഒരു വെളിച്ചോത്സവവും. കോതമംഗലത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻകെട്ട് ഡാം ലൈറ്റുകളിൽ തിളങ്ങുകയാണ്. വെള്ളി വെളിച്ചത്തിനൊപ്പം തുറന്ന ഷട്ടറുകളിലൂടെ ഒഴുകി ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കാഴ്ചയും ചേർന്നപ്പോൾ രാത്രിയിൽ
ഭൂതത്താൻകെട്ട് വിസ്മയ കാഴ്ചയാണ്. LED അലങ്കാരങ്ങളുടെ വർണ്ണത്തിളക്കം കാണാൻ സന്ദർശകരുടെ ഒഴുക്കാണ്. സന്ദർശകർ കൂടുതലും കുടുംബസമേതമാണ് എത്തുന്നത്. ഫോട്ടോകളും സെൽഫികളും പകർത്തി അവധി ദിനങ്ങളിലെ രാത്രി ആഘോഷമാക്കുകയാണ് സന്ദർശകർ. ന്യൂസ് 18 കോതമംഗലം. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായും പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനോക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഒരേക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റിയിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റികളും നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനോക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1-ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60-75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ പഞ്ചായത്തിനെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷി സങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.
സമാധാന ചർച്ചകൾ പുരോഗമിക്കെ യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 27 പേർക്ക് പരിക്കേറ്റു. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മിഥുന്, വീണ്ടും ആക്രമണമാണ്. നേരത്തെ നമുക്കറിയാം ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും സമാധാനം അകലെയാണ് എന്നാണോ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമായും ഇത്തരത്തിൽ വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ സമാധാന പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അവസാന ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾക്കിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ റഷ്യയുടെ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചില ആരോപണങ്ങൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതായത് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതി അട്ടിമറിക്കാൻ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ യുക്രൈനും ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് പിന്നാലെയാണ് ശനിയാഴ്ച മുതൽ ഇന്നലെ മുതൽ രാവിലെ മുതൽ ഇത്തരത്തിൽ കീവിനെ ലക്ഷ്യമാക്കി യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിനെ ലക്ഷ്യമാക്കി ആക്രമണം കൂടുതൽ റഷ്യ കടുപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയും സമാനമായ രീതിയിൽ ആക്രമണം, അതായത് 500-ലധികം ഡ്രോണുകളും ഒപ്പം തന്നെ 40-ലധികം മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് തലസ്ഥാന നഗരിയായ കീവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ഇത്തരത്തിൽ ഒരു പരിധിവരെ ചെറുക്കാൻ യുക്രൈനിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ പോലും തന്നെ പലതും ഈ യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ പല ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് അത് അവിടെ പതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ആദ്യം തന്നെ ഇത്തരത്തിൽ അലാറം അടിച്ചതിനെ തുടർന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, ബങ്കറുകളിലേക്കും ഒക്കെ അഭയം പ്രാപിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സൈന്യം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടേക്ക് മാറിയെങ്കിൽ പോലും തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഒരു വനിത കൊല്ലപ്പെട്ടു. 47 വയസ്സുള്ള ഒരു വനിത ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 27 പേരിലധികം ആളുകൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റു. ഇതിൽ 2 കുട്ടികളുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ, അതായത് ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയിൽ ചില കാര്യങ്ങളിൽ മാത്രമാണ് സെലൻസ്കി വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്ന് നേരത്തെ തന്നെ യുക്രൈൻ നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷേ റഷ്യ ഇപ്പോഴും ഈ നിലപാടിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അന്തിമ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഈ ഒരു സമാധാന ശ്രമങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സെലൻസ്കിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും സമാധാനം റഷ്യൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർക്കഥയായി റഷ്യ മുന്നോട്ട് പോകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഫ്ലോറിഡയിൽ വെച്ച് വ്ളാഡിമിർ സെലൻസ്കിയും ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ആക്രമണം, കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ആക്രമണങ്ങൾ ഏത് തരത്തിൽ ഈ ചർച്ചയെ ബാധിക്കുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അപ്പോഴും അമേരിക്കയുടെ ആവശ്യം വെടിനിർത്തൽ, ഈ പറഞ്ഞതുപോലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അതിനുള്ള വലിയ ശ്രമങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ പശ്ചാത്തലമുണ്ട് നേരത്തെയും. ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത് സമാധാന കരാറുമായി ബന്ധപ്പെട്ട് സെലൻസ്കിക്കുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതാണല്ലോ. അത് എങ്ങനെ അതിജീവിക്കാമെന്നാണ് ഈ ചർച്ചകളിലൂടെ പ്രതീക്ഷിക്കേണ്ടത്? അതായത് നേരത്തെ തന്നെ ഈ ഒരു 20 ദിന പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഉടൻ സമാധാനം പുലരേണ്ടത് അനിവാര്യത തന്നെയാണ്. കാരണം 4 വർഷത്തോളം അടുക്കുന്നു ഇങ്ങനെ ഒരു ആക്രമണം തുടങ്ങിയിട്ട്. പക്ഷേ എങ്ങും എത്താത്ത തരത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. ഏകദേശം 10,000-ലധികം ആളുകൾ ഇരുപക്ഷത്തുമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ഒപ്പം തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. അതുടൻ കെട്ടടങ്ങി മതിയോ, ഇത്തരത്തിലുള്ളൊരു സംഘർഷം ഇനി തുടർന്നു കൊണ്ടുപോകാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്ത്. പക്ഷേ ഈ 20 ദിന പദ്ധതികൾ കൂടുതലും റഷ്യയ്ക്ക് അനുകൂലമായാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള ചില എതിർ അഭിപ്രായങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേരത്തെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സെലൻസ്കിയും സമാനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നാലെ ഈ സമ്മർദ്ദം മൂലം, ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സമ്മർദ്ദം മൂലം ഇത്തരത്തിൽ സെലൻസ്കി അതിന് വഴങ്ങിക്കൊടുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. നമുക്കറിയാം തുടക്കകാലങ്ങളിലൊക്കെ റഷ്യ ഒരു ഏകാധിപതിയെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ യുക്രൈനു മേൽ ഉടൻ തന്നെ ഇത്തരത്തിലൊരു വിജയം കൈവരിക്കും എന്ന രീതിയിലൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ, പക്ഷേ അമേരിക്കയുടെയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ സഹായം ലഭ്യമായതിനെ തുടർന്ന് തിരിച്ചടി നൽകാൻ യുക്രൈൻ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യുക്രൈനെ സംബന്ധിച്ച് ഈ സഹായങ്ങളൊന്നും തന്നെ ലഭ്യമാകാത്ത പശ്ചാത്തലം, ഒപ്പം തന്നെ അവിടുത്തെ ഭരണ പ്രതിസന്ധികൾ, ഭരണകൂടത്തിനുള്ളിൽ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും നിരവധി പേർ, അതായത് സെലൻസ്കിയുടെ വലങ്കൈ ഉൾപ്പെടെ ഈ ഒരു ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അങ്ങനെ യുദ്ധഭൂമിയിൽ
ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നുള്ളത് സെലൻസ്കിയുടെ ഒരു ആവശ്യം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിൽ ചില കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതിലൊന്ന് ഈ റഷ്യ പിടിച്ചടക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുള്ളൊരു ആവശ്യം ഇത്തരത്തിൽ യുക്രൈൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് റഷ്യ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിൽ റഷ്യ പറയുന്നതനുസരിച്ച് തങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇങ്ങനെ ഒരു ആക്രമണം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചത്, അത് ആ ലക്ഷ്യം കാണുന്നത് വരെ, ആ ലക്ഷ്യത്തിൽ കാണുന്നത് വരെ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ റഷ്യ തുടരുകയും ചെയ്യുകയാണ്. ഒരു ഇഞ്ച് ഭൂമി പോലും, പിടിച്ചെടുത്ത ഒരു ഇഞ്ച് ഭൂമി പോലും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഈ നാറ്റോ അംഗത്വം എടുക്കുക എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് നേരത്തെ തന്നെ സെലൻസ്കി പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകാമെന്നൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു. അതിലൊക്കെ ഒരു കൃത്യമായ ഉറപ്പ് വരുന്നതനുസരിച്ച് ഈ സമാധാന പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടിലാണ് റഷ്യ. മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു വരികയായിരുന്നു. ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച് നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാകുന്നത്. ജനുവരിയിൽ രണ്ടാം ഘട്ടം ആക്കാനാകുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ മാത്രമേ ആയുധം താഴെവെക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടെ പല മുസ്ലിം രാജ്യങ്ങളും ഗാസയിലേക്ക് സേനയെ അയക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അമേരിക്ക കൂടുതൽ വെട്ടിലായി. ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രയേൽ തീരുമാനവും രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തിരിച്ചടിയാണ്. കരാർ അട്ടിമറിക്കാനുള്ള ഇസ്രയേൽ നീക്കത്തെ അമർച്ച ചെയ്യണമെന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതിനിടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം ഇന്നലെയും തുടർന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഖബാത്തിയയിൽ ഇസ്രയേൽ സൈന്യം പിടിമുറുക്കുകയും പ്രദേശത്ത് സമ്പൂർണ്ണ കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു. നിരവധി പലസ്തീൻകാരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 ഇസ്രയേൽ സൈനികരും ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തായ്വാനിലെ തായ്പേയുടെ തെക്കുകിഴക്കായി 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം. ഇലാൻ തീരത്ത് 7.0 രേഖപ്പെടുത്തിയ തീവ്രത. ഇന്നലെ പ്രാദേശിക സമയം രാത്രി 11:05 ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. തായ്വാനിലെ കാലാവസ്ഥ ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇലാൻ കൗണ്ടി ഹാളിൽ നിന്ന് 32.3 കിലോമീറ്റർ കിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം പോരാട്ടം ഇന്ന് നടക്കും. കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതിനോടകം ആദ്യ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന മത്സരത്തിലും വിജയം തുടർന്ന് ആധിപത്യം ഉറപ്പിക്കാനാണ് ഹർമൻപ്രീത് കൗറും സംഘവും ലക്ഷ്യമിടുന്നത്. പരമ്പര നഷ്ടമായെങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ ജയിച്ച് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ശ്രീലങ്കൻ വനിതകൾ. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.